ഈ ഒരു നിമിഷം വരെ, ഈ ഒരു ഘട്ടം വരെ ഇതിൽ ഈ ക്രിമിനൽ സംഘത്തിന്റെ ഇടപെടലിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നോ ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുള്ള ഒരു പിഴവ് നമ്മുടെ മുൻപിലുണ്ടോ? ഇല്ല. എല്ലാ മേഖലയ്ക്കകത്തും നല്ല കള്ളന്മാരുണ്ടാകും എന്നുള്ളതിനകത്ത് തർക്കമില്ല. ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും ശരിയായ ദിശയിൽ മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ല. അത് വഴിയേ അറിഞ്ഞോളൂ. ഉത്തരവാദിത്തം മുഴുവൻ ഉദ്യോഗസ്ഥരുടെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഒരു രാഷ്ട്രീയ ഭരണം? എന്താണ് രാഷ്ട്രീയ ഭരണ നേതൃത്വം എന്തിനിരിക്കുന്നതാ? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചാൽ മാത്രം പോരെ? അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഇവിടെ മൊത്തം ഉദ്യോഗസ്ഥ ഭരണമാണ്, ഉദ്യോഗസ്ഥരുടെ തോന്നിവാസമാണ്, ഞങ്ങളൊക്കെ വെറും കൊഞ്ഞാണന്മാരാണ് എന്ന് CPM പറയണം. അപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചു തരാം. അടുത്തത് INTC-കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ 6 വർഷക്കാലം അയ്യപ്പന്റെ സ്വർണ്ണം കട്ടവന്മാരുടെ ആ വിവരം മൂടി വെച്ച് നിങ്ങൾ ഒളിച്ചു വെച്ചിരുന്നത്? INTC-കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? INTC-കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഈ അമ്പലക്കള്ളന്മാരുടെ ഈ രഹസ്യം മുഴുവൻ മൂടി വെച്ചത്? അടുത്ത് താങ്കൾ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന്. എന്ത് തോന്നിവാസം നടന്നാലും ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തം. ആശുപത്രി ഇടിഞ്ഞു വീണ് മനുഷ്യർ മരിച്ചാൽ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം കുറവാണ്. അതിന് ആരോഗ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല. പോലീസുകാർ മനുഷ്യരെ ഇടിച്ചു കൊല്ലാൻ നോക്കിയാൽ മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല, ആഭ്യന്തരമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല, പോലീസ് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തം കുറവാണ്. ഏത് വകുപ്പെടുത്താലും തകർച്ചയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്ക്. എന്തെങ്കിലും ഒരു നേട്ടം കിട്ടിയാൽ 1-ാം നമ്പർ കേരളത്തിന്റെ നേട്ടം അത് സർക്കാരിനും മന്ത്രിക്കും. നാണമില്ലേ ഇങ്ങനെ പറയാനായിട്ട്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? യോഗ്യരല്ല. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് അഭിലാഷേ, ആ 18-ാം പടിയുടെ ആ പടികൾ നമ്മളൊന്ന് എണ്ണി നോക്കണം. ഓരോ ദിവസം പോയി ഈ സർക്കാർ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ആ പടികൾക്ക് എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കണം. കാരണം അയ്യപ്പന്റെ ആ ശാസ്താ ക്ഷേത്രത്തിന്റെ അടിക്കട്ടിൽ ഇവർ JCBക്ക് ചങ്ങലയിട്ട് വലിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി കാവലിരിക്കണം. അത് ഭക്തരുടെ ഉത്തരവാദിത്തമായി മാറി. കാരണം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സകലമാന മേഖലയിലും കൊള്ളയടിക്കുക, ശാസ്താവിന് കൊടുക്കുന്ന കാണിക്ക വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഈ അമ്പലക്കള്ളന്മാരിൽ നിന്ന് നമ്മുടെ ദേവന്മാരെ പോലും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വിശ്വാസികൾ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുക. RDP-യുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം?